നമസ്കാരം, ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്. ഏവർക്കും പറക്കാട് ജുവൽസ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമേ തന്നെ എല്ലാവർക്കും പറക്കാട് ജുവൽസിന്റെയും പറക്കാട് റിസോർട്ട്സിന്റെയും ഹൃദയം നിറഞ്ഞ വിഷുവാശംസകൾ. ഇന്നതാ നമ്മളുടെ കണി വെക്കാനുള്ള കുറേയേറെ കൃഷ്ണന്മാരുടെ നടുക്ക് രാധയെ പോലെ ഞാനിങ്ങനെ നിൽക്കുക. എന്താ പറയാ, സാധാരണ കൃഷ്ണന്റെ ചുറ്റു രാധികമാരും ഗോപികമാരൊക്കെയാണ് ഉള്ളത്. ഇന്നതാ ഞാൻ ഒട്ടേറെ കൃഷ്ണന്മാരുടെ കൂടെ എങ്ങനെ നിൽക്കുവാണ്. എങ്ങനെയുണ്ട് പറക്കാട് ജുവൽസിന്റെ 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയർഡ് ആയിട്ടുള്ള നമ്മളുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് കണി വെച്ച് ഐശ്വര്യമായിട്ട് കണി കാണാനുള്ള പറക്കാട് ജുവൽസിന്റെ വിവിധ രൂപത്തിലും ഭാവത്തിലുമുള്ള കൃഷ്ണ വിഗ്രഹങ്ങൾ. അത് നമുക്ക് ഓരോന്നായി പരിചയപ്പെടാം. ആദ്യമേ തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്താ, വിഷു കൈനീട്ടം അല്ലേ? നോട്ടുകെട്ടുകളൊക്കെ ആവാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ പറക്കാട് ജുവൽസിന്റെ ഗുരുവായൂരപ്പൻ റോക്കറ്റ് അല്ല, ശരിക്കും നാണയമാണ് കേട്ടോ. ഇതിപ്പോ നമ്മള് കുഴയൊക്കെ വെച്ചിട്ട് ലോക്കറ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. പക്ഷെ പറക്കാട്ടിന്റെ സ്പെഷ്യൽ 24 ക്യാരറ്റ് തനി തങ്കത്തിൽ പൊതിഞ്ഞ് നമ്മളുടെ കൊയിൻ ലോക്കറ്റ് വരുന്നുണ്ട്. ഇതേപോലെ തന്നെ കൊയിൻ ലോക്കറ്റ് വരുന്നുണ്ട്. ഇനി അതിന്റെ തന്നെ എല്ലാ വലുപ്പത്തിലും ഇതേപോലെ ചെറിയ ലോക്കറ്റ് ഗുരുവായൂരപ്പന്റെ രൂപം തന്നെയാണ് കേട്ടോ ഇതില്. ഇതേപോലെ ഏത് നമ്മളുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള എല്ലാ രൂപങ്ങളിലും ചെയ്തിട്ട് കൊയിൻ ലോക്കറ്റുകൾ വരുന്നുണ്ട്, കൊയിനുകൾ തന്നെ വരുന്നുണ്ട്. പിന്നെന്താ പറയാ, നമ്മളുടെ കുട്ടി നീലകൃഷ്ണൻ കണ്ടോ, വളരെ ചെറിയ നീലകൃഷ്ണനുണ്ട്. ഇനി ബ്ലാക്ക് ആൻഡ് ഗോൾഡ് കൃഷ്ണനുണ്ട്. അതായത് പശുവുമായിട്ട് വിളയാടുന്ന കളിക്കുന്ന ബാലകൃഷ്ണനാണ്. അപ്പൊ ബാലകൃഷ്ണനുണ്ട്. അപ്പൊ സെയിം തന്നെ കണ്ടോ, നമുക്ക് ബ്ലാക്ക് ആൻഡ് ഗോൾഡ് അല്ലെങ്കിൽ ഫുൾ ഗോൾഡിൽ വരുന്നുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമ്മൾക്ക് ഗോൾഡ് ആൻഡ് സിൽവർ ടച്ചിൽ വരുന്നുണ്ട്. ഇനി ഫുൾ ബ്ലാക്ക് വേണമെങ്കിൽ അങ്ങനെയുണ്ട്. നമ്മൾക്ക് ഇതേപോലെ തന്നെ എല്ലാ കൃഷ്ണരൂപവും ഇപ്പൊ ഇതില് കാണുന്ന ബ്ലൂ കളറില്ലേ, നമുക്ക് ഏത് ഷെയ്ഡ്സിൽ വേണേലും ഗോൾഡുമായിട്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഒട്ടേറെ ചെറിയ ചെറിയ കൃഷ്ണരൂപങ്ങളുണ്ട്. ഇനി കൃഷ്ണന്റെ ഓടലും കുഴൽനാദം കേൾക്കാനായിട്ട് കിട്ടുന്ന പശുവും കിടാവും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് വേറൊരു കൃഷ്ണനെ കൂടെ കണ്ടോ, എത്ര ക്യൂട്ടാന്ന് നോക്കി. അധികം വെയിറ്റ് ഒന്നും വരുന്നില്ല, നല്ല ക്യൂട്ടായിട്ടുള്ള കണ്ണൊക്കെ എഴുതി അല്പം ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടെന്ന് വേണേൽ പറയാം കേട്ടോ. നല്ല എല്ലാം ഗോപിക്കുടിയൊക്കെ തൊട്ട് അലങ്കാരങ്ങൾ, ഓർണമെന്റ്സ്, അധികം ഓർണമെന്റ്സ് ഇല്ലെങ്കിൽ പോലും നല്ല ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ചിരിച്ചു നിൽക്കുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള കണി വെക്കാൻ പാകത്തിലുള്ള കൃഷ്ണ രൂപം. ഇനി കൃഷ്ണന്റെ ഓടക്കുഴൽ കേൾക്കാൻ പശുക്കുട്ടി മാത്രമല്ല, നമ്മുടെ മയിലുണ്ട്. ഇനി അതൊന്നും അല്ലാതെ നമ്മൾക്ക് കൃഷ്ണരൂപം തന്നെ നമുക്ക് പല ഭാവത്തിലും രൂപത്തിലുണ്ട് കേട്ടോ. നമ്മൾക്ക് ഇതേപോലെ നല്ല വലുപ്പത്തിലുള്ള ബ്രാസിൽ ചെയ്തിട്ട് 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ചെയ്തിട്ടുള്ള കൃഷ്ണനുണ്ട്. ഇനി അതിൻ്റെ തന്നെ കുറച്ചുകൂടെ ചെറിയ വലുപ്പമുണ്ട്. നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം, അവിടെ നമ്മൾക്ക് കൃഷ്ണരൂപം അല്പം കൂടെ ചെറിയൊരു കൃഷ്ണരൂപം അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു ലക്ഷ്മി വിളക്കിരിക്കുന്നുണ്ട്. നമ്മൾക്ക് ദീപം തെളിയിച്ച് തട്ടത്തിലൊക്കെ വെച്ച് നമ്മളുടെ കണി കാണാനായിട്ട് വെക്കാൻ പാകത്തിന് പറ്റിയ ലക്ഷ്മി വിളക്ക്. ഇനി ലക്ഷ്മി വിളക്ക് വലുത് മാത്രമല്ല, ഇതേപോലെ ചെറിയ ക്യൂട്ടായിട്ടുള്ള വിളക്കുണ്ട്. പിന്നെ നമ്മൾക്ക് ഈവൻ കൊടിവിളക്ക് പോലും ഉണ്ട് കേട്ടോ. നമുക്ക് സാധാരണ ഇത് കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ച് കത്തിക്കുമ്പോൾ കത്തുന്ന പോർഷനിൽ മാത്രം ചിലപ്പോൾ കളറ് പോകും. അതുകൊണ്ട് കത്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. കൊടിവിളക്ക് ഇപ്പം ഞാനിത് നമ്മളുടെ പരിപാടികൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വിളക്ക് തന്നെയാണ്, അത് ജസ്റ്റ് എടുത്ത് വെച്ചത് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ പറയാ,
കൊയിലൊക്കെ ഇട്ട് നല്ല കണ്ടോ നിറയെ കൊയിലൊക്കെ ഇട്ട് ഉരുളി നമ്മൾക്ക് നിറഞ്ഞു നിൽക്കുന്ന സമ്പത്തിന്റെ പ്രതിരൂപമായിട്ട് ഇതേപോലെ ഉരുളിയിൽ ഒക്കെ ആണെങ്കിൽ നമ്മൾക്ക് കണി വെക്കാനായിട്ട് ഞാനിവിടെ ഒരല്പം വലിയ ഇതാകുന്നുണ്ട് തിരുപ്പതി ഭഗവാന്റെ രൂപമൊക്കെ വരുന്ന ഒരു സ്പെഷ്യൽ ഉരുളിയിലാണ് ഞാനിവിടെ കണി വെച്ചിരിക്കുന്നത്. ഇനി അത്രയും വലിപ്പമൊന്നും വേണമെന്നില്ല, ഇതേപോലെയുള്ള ഇത്രയും വലിപ്പത്തിലൊക്കെ വരുന്ന കണ്ടോ ഇങ്ങനെ തന്നെ വരുന്ന തിരുപ്പതി ഭഗവാന്റെ രൂപമുള്ള ഉരുളിയാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ അത് എനിക്കൊന്ന് പൂക്കളും പഴങ്ങളും എല്ലാം കാരണം നിറഞ്ഞിരിക്കുവാണ്. പിന്നെ കൃഷ്ണരൂപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ഇതിനകത്തത് വേറൊരു ഡിഫറെന്റ് പാറ്റേണിലുള്ള കൃഷ്ണരൂപമുണ്ട്. ഇനി എന്താ പറയാ രാധയും കൃഷ്ണനും കൂടെ ഇരുന്ന് ഊഞ്ഞാലാടുന്ന ഒരു രൂപമുണ്ട്. കണ്ട അങ്ങനെ നമ്മൾക്ക് മറ്റു ഒട്ടേറെ കൃഷ്ണരൂപങ്ങൾ ഇവിടെ തന്നെ ഇപ്പോൾ ഉണ്ട്. ഇനി ഏത് ഡിസൈനിലും പെട്ട കൃഷ്ണരൂപങ്ങൾ വരുന്നുണ്ട്. അതിനൊപ്പം ഇതാ ശംഖ് വരുന്നുണ്ട്. ഇനി ഇതാ നമ്മളുടെ ഗ്ലാസ് പോലും ഇപ്പൊ ഇതിവിടെ കണ്ടപ്പോഴാണ് ഗ്ലാസ് പോലും ഉണ്ട് കേട്ടോ. നമ്മൾക്ക് തീർത്തും എടുത്ത് വെക്കാനോ ഒക്കെ ആയിട്ട് ഇതേപോലുള്ള സ്വർണം ചെയ്തിട്ടുള്ള ഗ്ലാസ് വരുന്നുണ്ട്. അങ്ങനെ എന്താ വേണ്ടത്, എന്തൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു അതെല്ലാം പറക്കാട്ടിൻ്റെ 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയർ ആയിട്ട് വരുന്നുണ്ട്. ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ബ്രാസിൽ വരുന്ന അല്ലെങ്കിൽ ഓടിലൊക്കെ വരുന്ന നമ്മളുടെ പിത്തളയിലൊക്കെ വരുന്ന വിഗ്രഹങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മൾ ഓരോ വർഷവും പോളിഷ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ക്ലാവ് പിടിക്കും. പറക്കാട്ടിൻ്റെ ഈ ഒരു 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയർ ചെയ്ത വിഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ അത് ജീവിതകാലം മുഴുവൻ നമ്മളുടെ ആയുഷ് കാലം നമ്മൾക്ക് ഇതേ പ്രഭയിൽ കണ്ട ഇതേ ഒരു ഷൈനിങ്ങോടുകൂടി എന്നും നമ്മളുടെ ഒപ്പം ഉണ്ടാവും. അതാണ് തന്നെയല്ല പറക്കാട് ജുവൽസ് 5 ഇയേഴ്സിനുള്ളിൽ റീപ്ലേസ്മെന്റ് വാറന്റിയും കൂടെയാണ് കൊടുക്കുന്നത് എല്ലാ വിഗ്രഹങ്ങൾക്കും. പിന്നെന്താ പറയാ, ഇനി വിഗ്രഹങ്ങൾ മാത്രമല്ല കേട്ടോ, നമ്മളുടെ വാൽക്കണ്ണാടി കണ്ടോ, നമ്മളുടെ വാൽക്കണ്ണാടി ശരിക്കും വാൽക്കണ്ണാടിയിൽ മുഖം നോക്കി കഴിഞ്ഞാൽ നമ്മളുടെ സൗന്ദര്യം കൂടുമെന്നാണ് പറയുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാറുണ്ട് പറക്കാട്ടിൻ്റെ സ്പെഷ്യൽ വാൽക്കണ്ണാടി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വാൽക്കണ്ണാടി ഒരു പ്രത്യേക ലോഹ സങ്കരം തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ പരമ്പരാഗത വാൽക്കണ്ണാടി നിർമ്മാതാക്കൾ തന്നെയാണ് നമ്മളുടെ ഈ ഒരു വാൽക്കണ്ണാടി നിർമ്മിക്കുന്നത്. പക്ഷെ സാധാരണ വരുന്ന വാൽക്കണ്ണാടി എന്ന് പറയുമ്പോൾ അതിന് കളർ പോകും, ബ്രാസ് കറുത്ത ക്ലാവൊക്കെ പിടിച്ചു വരും. പക്ഷെ പറക്കാട്ടിനെ നോക്കൂ, ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വീട്ടിൽ എൻ്റെ പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന വാൽക്കണ്ണാടിയാണ്. അപ്പോൾ ഇത്രയും ഒരു 10 വർഷമല്ല അതിന് മുകളിലായി ഞാൻ ഈ ഒരു വാൽക്കണ്ണാടി എൻ്റെ പൂജാമുറിയിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അല്പം പൊടിയൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതുവരെ കണ്ടോ എൻ്റെ പ്രഭ മങ്ങിയിട്ടില്ല. നമ്മൾ വിളക്ക് എത്തിക്കുന്നതാണ്, ചിലപ്പോൾ എണ്ണയും ഒക്കെ പറ്റാറും ഒക്കെ ഉണ്ടെന്ന് വേണേൽ പറയാം. എങ്കിൽ പോലും ഒരു രീതിയിലുള്ള നമുക്കൊന്ന് വാഷ് ചെയ്താൽ മതി, സോപ്പോ ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്യാം. പറക്കാട്ടിൻ്റെ എല്ലാ വിഗ്രഹങ്ങളും നമുക്ക് വാഷ് ചെയ്ത് ആ ഒരു പൊടിയൊക്കെ പിടിച്ച് കഴിയുമ്പോൾ ബ്രഷ് ചെയ്ത് പതുക്കെ സോഫ്റ്റ് ബ്രഷ് വെച്ച് വാഷ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ വാൽക്കണ്ണാടി ഇവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾക്ക് നല്ല അടിപൊളി ഡയമണ്ട് പാറ്റേൺ നെക്ലേസ് ആണ് കേട്ടോ. ഞാൻ നമ്മുടെ കയ്യിൽ സ്വർണത്തിൻ്റെ ആവശ്യം ഉണ്ട് കയ്യിൽ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ ഒരു ഡയമണ്ട് പാറ്റേൺ നെക്ലേസ് ആണ്. നമ്മൾക്ക് ഈ ഒരു വിഷുക്കാലത്ത് നമ്മളുടെ സെറ്റ് മുണ്ടിൻ്റെ എല്ലാം കൂടെ ഉപയോഗിക്കാനായിട്ട് ഇതേപോലുള്ള നല്ല ഗീരു ഫിനിഷിൽ ചെയ്തിരിക്കുന്ന നല്ല ഇത് കൃഷ്ണ വിഗ്രഹമൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം നമ്മളുടെ ഷോപ്പിലേക്ക് പോയി. ഞാനിപ്പോൾ നമ്മളുടെ കമ്പനിയിൽ ഇവിടെ കോർപ്പറേറ്റ് ഓഫീസിൽ എൻ്റെ ഓഫീസ് റൂമിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതെല്ലാം ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് അതെല്ലാം നമ്മുടെ ഷോപ്പിലേക്ക് ഓൾറെഡി അയച്ചു കഴിഞ്ഞു. പക്ഷേ ഇതുപോലുള്ള കൃഷ്ണരൂപവും കൃഷ്ണന്റെ രാധയും കൂടെയുള്ള രൂപവും എല്ലാം വെച്ചിട്ടുള്ള ഒരുപാട് നെക്ലേസസ്, അതിന് ചേരുന്ന രീതിയിലുള്ള ജിമുക്കയുണ്ട്, ജിമുക്ക വരുന്നുണ്ട്, കമ്മലും വരുന്നുണ്ട് കേട്ടോ. അതിന് സെറ്റായിട്ട് വരുന്ന രീതിയിലുള്ള ജിമുക്കയുണ്ട്, കമ്മലുകളും വരുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇനി ഇതിനെല്ലാം മാച്ച് ആവുന്ന രീതിയിൽ റിങ്സ് വരുന്നുണ്ട്, ഇതേപോലെയൊക്കെയുള്ള കളർ മാച്ചിങ് ആയിട്ടുള്ള റിങ്സ് വരുന്നുണ്ട്, ബാംഗിൾസ് വരുന്നുണ്ട്. എല്ലാം ഈ ഒരു വിഷുക്കാലത്ത് നമ്മൾ വിഷുവിൻ്റെ അന്ന് അല്ലെങ്കിൽ നമ്മളുടെ വിഷുവിനോടനുബന്ധിച്ചുള്ള നമ്മുടെ ഫങ്ഷൻസിൽ നമ്മൾക്ക്
സെറ്റ് മുണ്ടൊക്കെ ഉടുത്ത് അല്ല സെറ്റ് സാരിയോ അതേപോലെയുള്ള ഒരു കേരള ട്രഡീഷണൽ ഡ്രസ്സുകൾ ധരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പാലയ്ക്ക, നാഗപടം, മുല്ലമുട്ട്, മാങ്ങ അല്ലെങ്കിൽ എന്താ വേണ്ട ഇടക്കത്താലി, പൂത്താലി തൊട്ട് ഏത് ട്രഡീഷണൽ കൈൻഡ് ഓഫ് ഓർണമെന്റ്സോ ഇനി അങ്ങനെ വേണമെന്നൊന്നുമില്ല. ഇതെല്ലാം ഇതേപോലുള്ള ചെട്ടിനാട് കളക്ഷൻസ് വരുന്നുണ്ട്. അതേപോലെ ഇനി അതൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺസിൽ വരുന്ന ഇപ്പൊ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരല്പം ഹെവി ആയിട്ടുള്ള, ഒത്തിരി വലുതെന്ന് പറയാൻ പറ്റില്ല, ഒരു മിഡിലിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റോൺ നെക്ലേസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാലും പറക്കാട്ടിന്റെ ക്യൂബിക് സിർക്കോണിയിൽ ചെയ്തിരിക്കുന്ന ഒരു ഡയമണ്ട് പാറ്റേൺ സർട്ടിഫൈഡ് ആയിട്ട് വരുന്ന ട്രിപ്പിൾ സ്റ്റാർ കട്ട് എഡി സ്റ്റോൺസിൽ വരുന്ന വിത്ത് ജെം ലാബ് സർട്ടിഫിക്കേഷനോട് കൂടി വരുന്ന ഒരു ഡയമണ്ട് പാറ്റേൺ നെക്ലേസ് ആണ്. അപ്പൊ ഇതിനെല്ലാം ചെയ്യുന്ന സെറ്റ് കമ്മലും വളയും എല്ലാം വരുന്നുണ്ട്. അതേപോലെ ഞാൻ ഈ ഉപയോഗിച്ചിരിക്കുന്ന പോലത്തെ ബ്രേസ്ലെറ്റ്, ആങ്കിൾസ്, പിന്നെ എന്താ പറയാ, പറക്കാട്ടിലില്ലാത്ത സ്വർണ്ണാഭരണ കളക്ഷൻസ് യാതൊന്നും ഇല്ല. ഇനി അത് അതേപോലെ തന്നെ കൃഷ്ണ രൂപം മാത്രമല്ല, ഇനി ഗണപതി ഭഗവാനായിക്കോട്ടെ, മറ്റെല്ലാ രൂപങ്ങളും എന്തൊക്കെയാണോ നമ്മൾക്ക് വിഗ്രഹ രൂപത്തിൽ വേണ്ട അതെല്ലാം പറക്കാട്ടിന്റെ കളക്ഷൻസിലുണ്ട്. തീർച്ചയായിട്ടും ഈ വിഷുവിന് നമ്മളുടെ കൈ നിറയെ എന്താ പറയുക, പറക്കാട്ടിന്റെ ജുവൽസും അതുപോലെ തന്നെ പറക്കാട്ടിന്റെ കൃഷ്ണ വിഗ്രഹവും എല്ലാം ഇനി നമ്മൾക്ക് എന്താ പറയുക, ഈ ഒരു കണി ഒരുക്കാനായിട്ട് ഇതേപോലുള്ള ഗോൾഡൻ തളികകള്, അഷ്ടമംഗല്യ തട്ട്, ഇതെല്ലാം പറക്കാട്ടിന്റെ കളക്ഷൻസിലുണ്ട്. അപ്പോൾ ഇതെല്ലാം വാങ്ങാനും പറക്കാട്ടിന്റെ ആഭരണങ്ങളും വിഗ്രഹങ്ങളും എല്ലാം കാണാനായിട്ട് ഡെഫിനറ്റ് ആയിട്ട് പറക്കാട്ട് ജുവൽസിന്റെ ഏതെങ്കിലും ഷോറൂമിൽ തീർച്ചയായിട്ടും നിങ്ങൾ വരിക. കൂടാതെ പറക്കാട്ട് ജുവൽസിന്റെ വെബ്സൈറ്റ് എന്തായാലും ചെക്ക് ചെയ്യുക. പുതിയ അപ്ഡേഷൻസിനായി പറക്കാട്ട് ജുവൽസിന്റെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ് കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ.